ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു പക്ഷേ പതിറ്റാണ്ടുകളായി നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ ആക്രമണം, ഇവരുടെ ബന്ധം വഷളായി നിൽക്കുന്നതൊക്കെ വിവിധ സമയങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതും ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ചർച്ച ചെയ്തു വരുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ ഇത് തുടങ്ങിയത് എപ്പോഴാണ്? സൈനികമായ അടക്കം ഇവർ തമ്മിൽ സഹകരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ എങ്ങനെയാണ് ഇവരുടെ ബന്ധം ഇത്ര കണ്ട് വഷളായി? ഇതിൻ്റെ ചരിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 1948 ഇസ്രയേൽ രൂപീകൃതമാകുമ്പോൾ അറബ് രാജ്യങ്ങൾ, ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, ലെബനൻ, അതുപോലെ ജോർദാൻ, ഈജിപ്റ്റ് എന്ന ശക്തമായ രാജ്യം, സിറിയ, ഇറാഖ്, ഈ രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രയേലിനെ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇസ്ലാമിക ലോകത്ത് നിന്ന് ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളിൽ ഒന്നായി ഇറാൻ മാറുകയാണ്. അന്ന് ഇറാൻ്റെ ഭരണകൂടം ഷാ പഹലവി രണ്ടാമൻ നയിക്കുന്ന ഭരണകൂടം, അത് അമേരിക്കയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന, പാശ്ചാത്യ ലോകത്തിൻ്റെ രീതികൾ പകർത്തുന്ന, വലിയ പുരോഗമന ആശയങ്ങളുള്ള, കവിതയും സാഹിത്യവും സാംസ്കാരികമായ വലിയ രീതിയിലുള്ള വിസ്ഫോടനവുമുള്ള ഒരു രാജ്യമെന്ന നിലയിലാണ്, വളരെ പുരോഗതി ഉള്ള ഒരു രാജ്യമെന്ന നിലയിലാണ് ഇറാനെ അറിയപ്പെട്ടിരുന്നതും. ലോകത്തിൻ്റെ ഫാഷൻ തലസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ടെഹ്റാൻ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ എന്നതാണ് കാലഘട്ടം. അത് 1979 ആ കാലഘട്ടം അവസാനിക്കുകയാണ്. ഇറാനിൽ ഈ അസംതൃപ്തി പുകയുന്നുണ്ടായിരുന്നു. റിലിജിയസ് ക്ലറിക്സ്, മതപണ്ഡിതന്മാർ, അതുപോലെ മതമേലധ്യക്ഷന്മാർ, അവരെല്ലാം ഇങ്ങനെയുള്ള തുറന്ന ഒരു പോക്കിനോട് ആ ജനത, ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ഇറാനിയൻ ജനത, ആ ജനതയെ മറ്റൊരു രീതിയിലേക്ക് റീഓറിയൻറ്റ് ചെയ്യണം എന്ന ഒരാഗ്രഹം ജൈവികമായി ഇറാനുള്ളിൽ രൂപപ്പെടുകയും അതിൻ്റെ ഫലമായി ഇറാനിയൻ വിപ്ലവമുണ്ടായി. അങ്ങനെ അയത്തുള്ള ഖൊമൈനി നയിച്ച വിപ്ലവം, ആ വിപ്ലവത്തിലൂടെ ഷാ ഗവൺമെൻറ് പുറത്താക്കപ്പെടുകയാണ്. അമേരിക്കൻ എംബസി ആക്രമിക്കുന്നു, അമേരിക്കൻ എംബസിയിലെ ജീവനക്കാരെ തടഞ്ഞു വയ്ക്കുന്നു. വലിയ നയതന്ത്രപരമായ പ്രശ്നങ്ങളായി അമേരിക്കയ്ക്ക് ഇറാൻ വിടേണ്ടി വരുന്നു. അന്ന് മുതൽ തന്നെ ഇറാൻ്റെ പൊളിറ്റിക്കൽ DNA, സോഷ്യൽ ഫാബ്രിക് എല്ലാം തന്നെ മാറി മറിയുകയാണ്. ശക്തമായ അമേരിക്ക വിരുദ്ധവും ശക്തമായ ജൂതവിരുദ്ധവുമായ ഒരു നിലപാടിലേക്ക് ഇറാൻ മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ തന്നെ ഭൗമരാഷ്ട്രീയത്തിൽ ആ മേഖലയിലെ രാഷ്ട്രീയം തന്നെ മാറി മറിയുകയാണ്. ആ സമയത്ത് പോലും പാലസ്തീനിയൻ കോസ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അറബ് രാജ്യങ്ങളാണ്. അവർ തമ്മിലുള്ള അറബ് ലോകത്തെ ഒരു പ്ലൂറാലിറ്റി, അതായത് ഈജിപ്തും സിറിയയും തമ്മിലും, സിറിയയും ടർക്കിയും തമ്മിലും ഒക്കെ തമ്മിലുള്ള ഒരു വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ യോജിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞു. പല പ്രാവശ്യം ആക്രമണം നടത്തി. 1948 ഇസ്രായേൽ രൂപീകരണ സമയത്ത്, 1956, 1967 7 days 6 days വാർ, അതിനുശേഷം 1973 അന്തിമമായ അവസാന യുദ്ധം. ഈ യുദ്ധങ്ങളിൽ ഒന്നും തന്നെ ഇസ്രായേലിനെ ഫിനിഷ് ചെയ്യാൻ, അവസാനിപ്പിക്കാൻ, ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നോർക്കണം. അത് വലിയ രീതിയിലുള്ള പോരായ്മയാണ്. ആ സമയത്തൊക്കെ തന്നെ ഇറാൻ്റെ നിലപാട് ഇസ്രയേലിനോട് ഒരു മൃദു സമീപനമായിരുന്നു, സൗഹൃദമായിരുന്നു. എന്നാൽ അറബ് ലോകം പിന്നീട് പലസ്തീനിയൻ കോസ് വാചക കസരത്തിൽ മാത്രം ഒതുക്കുകയും അതിൽ നിന്നും പതിയെ പിന്മാറുകയും ഇസ്രയേലിനോട് സന്ധി ചെയ്തുകൊണ്ട് അബ്രഹാമിൻ്റെ പേരിൽ അബ്രഹാമിക കരാറുകൾ എന്ന രൂപത്തിൽ എബ്രഹാമിക് അക്കോർഡുകൾ ഓരോരോ രാജ്യങ്ങളായി ഒപ്പിടുകയും, സൗദി അറേബ്യ ഇസ്രായേലുമായി കരാർ ഒപ്പിടുന്ന ഒരു സമാധാന കരാറാണ്, സഹകരണ കരാറാണ് ഒപ്പിടുന്ന ഘട്ടത്തിലാണ് ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതും അവിടുത്തെ ഭൗമരാഷ്ട്രീയം ചൂടുപിടിക്കുന്നതും. അന്ന് മുതലാണ് ഇറാൻ നേരിട്ട് ആക്റ്റീവായി ഇസ്രായേലിനെതിരെ തിരിയുന്നത്. അതുമുതൽ തന്നെ ഇസ്രായേലിനെ എൻസർക്കിൾ ചെയ്യുന്ന പോളിസി ഉണ്ടായിരുന്നു. അതൊരു ടെൻറ്റക്കിൾ എന്ന രീതിയിൽ, ഒരു ഒക്ടോപ്പസിൻ്റെ ടെൻറ്റക്കിൾസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ കരങ്ങൾ എന്ന രീതിയിൽ ഹമാസിനെ വളർത്തിയെടുക്കുകയും ഗാസയിൽ ഹിസ്ബുള്ളയെ വലിയ രീതിയിൽ സഹായിച്ചുകൊണ്ട് ഹിസ്ബുള്ളയെ സൃഷ്ടിച്ച് വളർത്തി. അത് ലെബനനിൽ, അതുപോലെ ഹൂതി വിമതരെ സൃഷ്ടിച്ചുകൊണ്ട് യമനിൽ, അതുപോലെ ഷിയ മിലിഷ്യകളെ സിറിയയിലും ഇറാഖിലും വിന്യസിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ വലിയ ഒരു പോർമുഖം, അദൃശ്യമായ പോർമുഖം തുറക്കുകയും ഇസ്രയേലിനെ ഞെരുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഇറാനാണ്. അതിലെ അറബ് രാജ്യങ്ങൾക്ക് പങ്കില്ല. അതിൽ പല ഷിയ മിലിഷ്യകളുണ്ട്, അതിൽ സുന്നി വിഭാഗങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ ഇറാൻ്റെ ഫണ്ടിങ്ങിലാണ് നടന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പാലസ്തീൻ കോസ് അറബികളിൽ നിന്നും അറബ് രാജ്യമല്ലാത്ത എന്നാൽ മുസ്ലിം രാജ്യമായ ഇറാൻ
ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് തങ്ങളുടെ ഒരു സിവിലൈസേഷണൽ യുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ മുസ്ലിങ്ങളുടെയും സംരക്ഷണ ചുമതല തങ്ങളുടെ ദൗത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറബ് ലോകത്തിന് കഴിയാത്തത് ഇതാ അറബികളല്ലാത്ത ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അമേരിക്ക വിരുദ്ധ ജൂതവിരുദ്ധ പോരാട്ടത്തിൻ്റെ കുന്തമുനയായി ഇറാൻ മാറുകയാണ്. അതിൻ്റെ കേന്ദ്രബിന്ദുവായി അയത്തുള്ള അലി ഖൊമേനി എന്ന അയത്തുള്ള എന്ന് പറയുന്ന റിലീജിയസ് ഹെഡാണ്. അപ്പോൾ റിലീജിയസ് പവേഴ്സ്, പൊളിറ്റിക്കൽ പവേഴ്സ്, ടെമ്പറൽ പവേഴ്സ്, ഓൾ പവേഴ്സ് കൺവേർജ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വൺ പേഴ്സൺ കോൾഡ് അയത്തുള്ള അലി ഖൊമേനി. ആ ഒരു വ്യക്തിയാണ് ദീർഘകാലമായി ഇറാൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാനിൽ വന്ന മാറ്റം അതിഭയങ്കരമായ മാറ്റമാണ്. കഴിഞ്ഞ ഒരു 46 വർഷമായി ഇറാൻ വിപ്ലവത്തിന് ശേഷം ഘട്ടം ഘട്ടമായി ആഴത്തിൽ വേരോടിയ ഒരു സംവിധാനം. ആ സംവിധാനം എന്ന് പറയുന്ന വിവിധ ലെയറുകളുള്ള ഒരു സംവിധാനമാണ് വീണ. ആ ലെയറുകളിൽ സൈന്യത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളെ തീരുമാനിക്കുന്നത് മെറിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, മറിച്ച് രാഷ്ട്രീയ അല്ലെങ്കിൽ ആധ്യാത്മിക നേതൃത്വത്തോട് വ്യക്തിപരമായി കൂറ് പുലർത്തുന്നവരെ മാത്രമേ ചോയ്സസ് പൊസിഷൻസിൽ സ്ഥാപിക്കൂ. അങ്ങനെയുള്ള 2 പേരെയാണ്, അതായത് IRGC ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് തലവനെയും അതുപോലെ സർവ്വസൈന്യാധിപനെയും ഇസ്രായേൽ ആക്രമണത്തിൽ വധിക്കപ്പെട്ടു. പുതിയ ആളുകളെ നിയമിക്കേണ്ടി വന്നു. അതുപോലെ ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നതും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിലും ശരി, അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് ആണെങ്കിലും ശരി, പ്രതിഷ്ഠിക്കുന്നതും മതനേതൃത്വത്തിന് അഭിമതരായ ആളുകളെയാണ്. ഇറാനിലെ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യമാണെന്നൊക്കെ പുറമെ പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഇറാൻ്റെ പരമോന്നത നേതൃത്വം അംഗീകാരം കൊടുക്കണം സ്ഥാനാർത്ഥികൾക്ക്. ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ പരിഷ്കരണവാദികളും അതുപോലെ തന്നെ മതവാദികളുമുണ്ട്. അതുകൊണ്ട് യാഥാസ്ഥിക മതവാദികളും പരിഷ്കരണവാദികളും തമ്മിലുള്ള പോരാട്ടമാണ് പലപ്പോഴും നടത്തുന്നതെന്ന് തോന്നാമെങ്കിലും പരിഷ്കരണവാദിയായ പെസഷ്കിയാൻ എന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ജയിച്ചു വരുമ്പോഴും യഥാർത്ഥത്തിൽ ആത്യന്തിക നിയന്ത്രണം അയത്തുള്ള അലി ഖൊമേനിക്ക് തന്നെയാണ്. ആ സംവിധാനം പ്രവർത്തിക്കുന്നത് തന്നെ ജൂതവിരോധത്തിലും അമേരിക്ക വിരോധത്തിലും അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ്. ആ ഒരു പ്രവർത്തനം വലിയ രീതിയിലാണ് അറബി രാജ്യങ്ങളെ, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫിന് തെക്കുള്ള സൗദി അറേബ്യയും ഒമാനും പിന്നെ അതുപോലെ UAEയും പോലെയുള്ള ഖത്തർ, ഈ രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ്. കാരണം ഇറാൻ ഒരു വലിയ ശക്തിയാണ്. ആണവമായി ഇറാൻ നീങ്ങുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ മാത്രമല്ല അറബി രാജ്യങ്ങൾക്കെതിരെയും നീങ്ങാം. അറബികളും നോൺ അറബ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, ഷിയ സുന്നി ഡിഫറൻസ് ഉണ്ട്. ഇറാൻ ലോകത്തെ പ്രധാനപ്പെട്ട ഷിയ രാജ്യമാണ്. സൗദി അറേബ്യ സുന്നി ഹൃദയഭൂമിയാണ്. അപ്പോൾ ഷിയ സുന്നി കോൺഫ്ലിക്റ്റും അറബ് നോൺ അറബ് കോൺഫ്ലിക്റ്റും സിവിലൈസേഷൻ കോൺഫ്ലിക്റ്റും എല്ലാം തന്നെ ഇസ്ലാമിക ലോകത്ത് പരസ്പരം സംഭവിക്കുന്നു. അത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഗൾഫ് പ്രദേശത്തെ ഏതാണ്ട് എല്ലാ അറബി സുന്നി രാജ്യങ്ങളുമായും സാമാന്യം നല്ല ചങ്ങാത്തത്തിലാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ കഴിഞ്ഞ മാസത്തെ വിസിറ്റ് ആ പ്രദേശത്തേക്ക് സൗദി അറേബ്യയിൽ വിസിറ്റ് ചെയ്തപ്പോൾ സൽമാൻ രാജകുമാരൻ അദ്ദേഹം പുരോഗമനവാദിയായ ഒരു പുതിയ നേതൃത്വം കൂടിയാണ്. ട്രംപിന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വന്ന് വലിയ കരാറുകളുമായിട്ടാണ് ട്രംപ് തിരിച്ചു പോയത്. പലപ്പോഴും മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് ഓർക്കണം. അപ്പോൾ ഖത്തറിൽ ഉൾപ്പെടെ ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ ട്രംപ് നടത്തിയ ആ സന്ദർശനം വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവരാരും തന്നെ സാങ്കേതികമായി പറയുമ്പോൾ ശക്തമായ ഇസ്രായേൽ വിരോധം മനസ്സിൽ കൊണ്ടു നടക്കുന്ന രാജ്യങ്ങളല്ല. പക്ഷേ നിരന്തരം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന പ്രമേയങ്ങൾ GCCയും അറബ് ലീഗും OIC ഇതെല്ലാം ഓർഗനൈസേഷൻ ഇസ്ലാമിക് കോൺഫറൻസും എല്ലാം പാസ്സാക്കും. അത് അവരുടെ ഒരു രീതിശാസ്ത്രമാണ്. കാരണം ഒരു ജൂതവിരോധത്തിൽ മാത്രമേ അവിടുത്തെ ആഭ്യന്തരമായ രാഷ്ട്രീയം മുന്നോട്ട് പോകൂ എന്നതുകൊണ്ട് സാങ്കേതികമായി കുഴപ്പമില്ലാത്ത ചില പ്രയോഗങ്ങളിലാണ് അറബ് ലോകം. പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ടത് തങ്ങളുടെ ദൗത്യമാണ്. അതിന് അറബികൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ഇറാനാണ്. അതുകൊണ്ട് ഇസ്രായേൽ വലിയ സുരക്ഷാ ഭീഷണി ഇറാനിൽ നിന്ന് നേരിടുന്നു. അത് ഒരു യുദ്ധത്തിലേക്ക് കലാശിച്ചു. അതുകൊണ്ട് ചരിത്രപരമായ വലിയ സൗഹൃദമുണ്ടായിരുന്ന ഇസ്രായേലും ഇറാനും ഇന്ന് ആ മേഖലയിലെ വൻ ശക്തികളാണ്. ലോകത്തെ 15ാമത്തെ വലിയ മിലിറ്ററി പവറാണ് ഇസ്രായേൽ എന്ന് ഓർക്കണം. 16ാമത്തെ വലിയ സൈനിക ശക്തിയാണ് ഇറാൻ എന്ന് ഓർക്കണം. അപ്പോൾ ഇറാനും ഇസ്രായേലും
ഏതാണ്ട് തുല്യ ശക്തികളാണ്. എയർഫോഴ്സിൻ്റെ കാര്യത്തിൽ മാത്രം ഇസ്രയേലിന് മേധാവിത്വമുണ്ട്, കാരണം ആധുനിക വിമാനങ്ങൾ ഇസ്രയേലിനുണ്ട്. പക്ഷേ മിസൈൽ കാര്യങ്ങളിലൊക്കെ ഇറാനും വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ മേഖലയാകെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മധ്യ പൗരസ്ത്യ പ്രദേശത്തിൻ്റെ ആകമാനമായ സന്തുലിത അവസ്ഥയെ അട്ടിമറിക്കാൻ പര്യാപ്തമാണിത്. ഒരുപക്ഷെ ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ ഇത് കൈവിട്ടു പോയാൽ ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ ചൈനയും റഷ്യയും ഒക്കെ ഇറാൻ അനുകൂലമായി രംഗത്ത് വരികയും അമേരിക്ക ഉറപ്പായി ഇസ്രായേൽ അനുകൂലമായി രംഗത്ത് ഇപ്പോൾ തന്നെ ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കൈവിട്ടു പോകുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് പോലും വഴിമരുന്നിടാവുന്ന രീതിയിൽ ഈ പ്രശ്നം വളരാൻ സാധ്യതയുള്ളതുകൊണ്ട് സമാധാന നീക്കങ്ങൾ വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ചരിത്രപരമായ സുഹൃത്തുക്കൾ ഇപ്പോൾ അതിശക്തരായി എനിമീസായി നിതാന്ത ശത്രുക്കളായി മാറിയിരിക്കുന്നത് ലോകം അമ്പരപ്പോടെ കണ്ടു നിൽക്കുകയാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ തൊടുത്തുവിടുന്ന ഈ മിസൈലുകളെല്ലാം തന്നെ ഒന്നുകിൽ ഇറാഖ് അല്ലെങ്കിൽ ജോർദാൻ കടന്നു വേണം ഇസ്രയേലിലെത്താൻ, അല്ലെങ്കിൽ സിറിയ ജോർദാൻ കടന്നു വേണം എത്താൻ. അങ്ങനെയെങ്കിൽ ഈ മറ്റു രാജ്യങ്ങളുടെ നിലപാടുകളും ഈ വിഷയത്തിൽ വളരെ നിർണായകമല്ലേ? പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടെ, പശ്ചിമേഷ്യയിലെ മറ്റു രാഷ്ട്രങ്ങളുടെയും ഒക്കെ നിലപാടുകൾ നിർണായകമല്ലേ? എങ്ങനെയാണ് അവരുടെ ഒരു നിലപാട് ഈ ഘട്ടത്തിൽ? നോക്കൂ വീണ, ഇറാനും ഇസ്രയേലും തമ്മിൽ അതിർത്തികളില്ല. ഇറാനിൽ നിന്ന് ഒരു മിസൈൽ ലോഞ്ച് ചെയ്താൽ അത് ഇറാഖിൻ്റെയും ജോർദാൻ്റെയും ആകാശത്തുകൂടി മാത്രമേ ഇസ്രയേലിൽ പതിക്കൂ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അല്ല എങ്കിൽ സിറിയയുടെ ആകാശമാർഗം അത് പതിക്കേണ്ടി വരും. അത് സാധ്യമാകണമെങ്കിൽ ആ രാജ്യങ്ങൾ കൂടി അവരെ നിസ്സഹായരായി കണ്ടു നിൽക്കാനേ അവർക്ക് കഴിയുന്നുള്ളൂ. പലപ്പോഴും ജോർദാൻ്റെ എയർ സ്പേസിൽ വെച്ച് തന്നെ ഇറാൻ്റെ മിസൈലുകൾ, അതായത് അയൺ ഡോം സംവിധാനം ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ നിർവീര്യമാക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. പക്ഷേ ഈ രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ വളരെ ദുർബലമാണ്. പ്രത്യേകിച്ച് കാര്യമായി ഒന്നും തന്നെ ജോർദാനെക്കുറിച്ച് നമ്മൾ കേൾക്കാറില്ല. ഇറാഖിലെ ഇപ്പോഴത്തെ അവസ്ഥയും ഏറെക്കാലം ISISൻ്റെ കൈവശമായിരുന്നു ഇറാഖിൻ്റെ ഒരു പ്രദേശം, സിറിയയുടെ ഒരു പ്രദേശം. അതൊക്കെ മോചിതമായി അമേരിക്കൻ ആർമിയുടെയൊക്കെ ശക്തമായ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇറാനെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷിയ ജനതയാണ് ഇറാഖ് എന്ന രാജ്യത്തിൽ ഭൂരിപക്ഷമെന്ന് ഓർക്കണം. സദ്ദാം ഹുസൈൻ എന്ന നേതാവ് ഇറാഖ് ഭരിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഒരു സുന്നി നേതാവ് കൂടിയായിരുന്നു. പക്ഷേ സദ്ദാം ഹുസൈൻ്റെ സുന്നി കമ്മ്യൂണിറ്റി ഏതാണ്ട് 20-30% മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ളത് പ്രധാനമായി 60%-ഓളം ഇറാഖി പോപ്പുലേഷൻ ഷിയ വിഭാഗക്കാരാണ് എന്ന് പറയുമ്പോൾ അവർക്ക് കാര്യമായ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ല. പക്ഷേ ഷിയ മിലിഷ്യകൾ ആക്റ്റീവാണ്. ഇപ്പോൾ ആകാശത്തിൽ യുദ്ധം നിയന്ത്രിക്കപ്പെടുമ്പോൾ അവർക്ക് കണ്ടു നിൽക്കാൻ ആകാശത്തോട് ചീറിപ്പായുന്ന മിസൈലുകൾ, അവർക്ക് വളരെ ദൃഷ്ടിക്ക് കാണാത്ത രീതിയിൽ ഉയരത്തിൽ പറക്കുന്ന ഹൈപ്പസോണിക് മിസൈലുകൾ അല്ലെങ്കിൽ ശബ്ദാതിവേഗ മിസൈലുകൾ ഒക്കെ കണ്ടു നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാനാവുന്നില്ല. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് ഇപ്പോൾ യുദ്ധം നിർത്തണമെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വെക്കാം എന്നല്ലാതെ ചിലരെല്ലാം കടുത്ത ഇസ്രയേൽ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നു. പക്ഷേ ഇവരാരും തന്നെ യുദ്ധത്തിൽ ചേരാനുള്ള ഒരു സാഹചര്യവുമില്ല. അതുകൊണ്ടാണ് ഇറാൻ ആഹ്വാനം ചെയ്യുന്നത്, സൗദി അറേബ്യയോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ കടന്നു വരൂ, ഇപ്പോൾ ഇത് ഇസ്ലാമിനെതിരായ പോരാട്ടമാണ്, ജൂതരാഷ്ട്രം ഇസ്ലാമിക രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു, ആ നറേറ്റീവ്. പക്ഷേ ഈ യുദ്ധം മതപരമായ യാതൊരു ഒരു പരിപ്രേക്ഷ്യവും ഇതിന് കൽപ്പിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് ഒരു ലോക വ്യവസ്ഥയിൽ ഇസ്ലാമിക ലോകത്തിൽ തലയെടുപ്പോടെ നിൽക്കാനുള്ള ഇറാൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇറാൻ്റെ മോഹം, ആ മോഹം പൂവണിയാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇസ്ലാമിക ലോകം വിഘടിച്ച് നിൽക്കുകയാണ്. പൂർണ്ണമായി അവർ ആരോടും ഒപ്പമല്ല. അവർ ഇസ്രയേലിനോട് തത്വത്തിൽ സന്ധി ചെയ്ത് ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ യാതൊരു രീതിയിലും തർക്കമില്ലാതെ പോകുന്നു. 1973 ശേഷം 1973 ശേഷം ഇപ്പോൾ അരനൂറ്റാണ്ടായിരിക്കുന്നു. അത്രയും വർഷങ്ങൾ ഒരു യുദ്ധവുമില്ലാതെ അറബ് ലോകവും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധവുമില്ലാതെ പോയി. 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് ഓർക്കണം, അത് അമേരിക്ക മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അമേരിക്കയിലെ ക്യാമ്പ് ഡേവിഡിൽ വെച്ച് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തും ഇസ്രയേലി പ്രധാനമന്ത്രി മെനച്ചും ബെഗിനും തമ്മിൽ ഒപ്പിട്ടതുകൊണ്ട് ആദ്യമായി അറബ് ലോകത്തെ ഒരു രാജ്യം ഇസ്രയേലുമായി സൗഹൃദത്തിലാകുകയാണ്. പിന്നീട് തുരുതുര രാജ്യങ്ങൾ ഇസ്രയേലി. ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.